ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് താഴെ കമൻ്റായിട്ട് പറഞ്ഞു തരികയും ചെയ്യണം കേട്ടോ. എന്നാൽ പിന്നെ എനിക്കും അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാമല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല രീതിയിൽ ഷൈനിങ് ആയിട്ട് കിട്ടാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ബിഫോർ ആഫ്റ്റർ ഫോട്ടോ കാണുമ്പോൾ നല്ല വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾ ഓൾറെഡി നല്ല വൃത്തിയുള്ള സിങ്കാണല്ലോ അല്ലെങ്കിൽ ബാത്റൂം ആണല്ലോ എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സിങ്ക് കുറച്ച് മുഷിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന ലിക്വിഡ് ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വിനാഗിരി, അതായത് സുർക്കയാണ് കേട്ടോ. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ സിങ്കും പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും ഗ്ലാസിൻ്റെ വെസൽസ് ആണെങ്കിലും കിച്ചൺ സിങ്കൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ഈ ഒരു മിക്സ് ആക്കി കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു പാത്രം കണ്ട ഒരു തിളക്കത്തോടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് സിങ്കിൻ്റെ കാര്യം കേട്ടോ. ജസ്റ്റ് അത് വെച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ടോ അങ്ങനെ ഉരച്ച് കഴുകണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കഴുകിയെടുത്താൽ മതി. 2 സിങ്കിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാവും. നല്ല തിളക്കത്തോടെ ആയിരിക്കും നമുക്ക് പിന്നീട് നമ്മുടെ സിങ്ക് കിട്ടുക. ഇത് സ്ഥിരമായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ആ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഉരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ആ 2 സിങ്കും സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു പാത്രം ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒന്ന് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ടാൽക്കം പൗഡർ ചേർക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള പൗഡർ ചേർക്കാം കേട്ടോ, സ്മെല്ലിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ഒരു പോൺസിൻ്റെ പൗഡറാണ്. ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. വെറുതെ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറൊന്നും എടുത്ത് ഇതിന് വേണ്ടിയിട്ട് എടുക്കണ്ടല്ലോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആ ഒരു പൗഡറിൻ്റെ എല്ലാ സ്മെല്ലും ഇറങ്ങി നല്ലൊരു സ്മെല്ലുള്ളൊരു വെള്ളമായിട്ട് നമുക്കിത് കിട്ടും. ഈ പൗഡർ മിക്സായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഈ പാത്രത്തിൻ്റെ സ്മെല്ല് പിന്നീട് പോകുന്ന എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അത് നല്ല പോലെ ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂട് പോകണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ വേറെ 1-2 ടിപ്സ് കാണിച്ചു തരാം. നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കറുത്ത് പോകുമല്ലേ. കറുത്ത പഴം നമുക്ക് ആർക്കും കഴിക്കാനും ഇഷ്ടമുണ്ടാവില്ല. അപ്പം അത് പെട്ടെന്ന് കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു നെറ്റിയുടെ ഭാഗമല്ലേ അവിടെ ഇതുപോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ കവറോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ആ നെറ്റിയുടെ ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ പഴം കറുത്ത് പോവില്ല. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് വാഷൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഓരോ തവണ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും ഒരുപാട് നമ്മുടെ കയ്യിലേക്ക് വരുമല്ലേ. അത്രയൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാൻഡ് വാഷ് തീരുകയും ചെയ്യും. പിന്നീട് പെട്ടെന്ന് വാങ്ങിക്കുകയും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മളൊരു തവണ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഒന്നങ്ങോട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നാൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ റബ്ബർ ബാൻഡിൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോൾ തന്നെ അതുവരെ ഉള്ളത് മാത്രമേ വരുള്ളൂ. താഴ്ഭാഗം വരെ പോകുമ്പോഴാണ് ഒരുപാട് നമ്മുടെ കയ്യിലേക്ക് ഹാൻഡ് വാഷ് വരുന്നത്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കവർ നമ്മൾ കളയാണല്ലേ പതിവ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ സോപ്പും കവർ വെച്ചിട്ട് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കളയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വെളുത്ത പേപ്പർ പോലത്തെ ഭാഗമല്ലേ
അതെടുത്തിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ അലമാരയിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സിനൊക്കെ ആ ഒരു സോപ്പിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. വെറുതെ കളയുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അലമാരയിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ആ പൗഡർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത ആ വെള്ളമല്ലേ, അതൊന്ന് ചൂട് പോയപ്പോൾ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അരിച്ചിട്ടില്ലെങ്കിൽ അതിൽ സ്പ്രേ ബോട്ടിലേക്ക് ആ കട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവുമല്ലോ. അപ്പോൾ അന്ന് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലെ കർട്ടനിലൊക്കെ നമ്മളത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. കർട്ടനിൽ മാത്രമല്ല, സോഫയിലോ പിന്നെ ടേബിളിലൊക്കെ ഉറുമ്പ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ അവിടെ ഉറുമ്പൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ആയെങ്കിൽ താഴെ നിന്ന് കമൻ്റ് ഇടുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.